വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. BCom 4 സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എക്സാം കഴിഞ്ഞു. വളരെ നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു. നല്ല രീതിയിൽ കുട്ടികൾക്ക് എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് എക്സാമിന് വന്നിട്ടുള്ളത്. സോ 5 പേപ്പേഴ്സിൻ്റെയും എൻറ്റയർ സപ്പോർട്ട് BCom BBA 4 സെമസ്റ്റർ സ്റ്റുഡൻസിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. സോ 5 പേപ്പറും നല്ല ഈസി പേപ്പേഴ്സ് ആയിരുന്നു. നമ്മുടെ ക്ലാസ് കേട്ട കുട്ടികൾക്കൊക്കെ അത്രത്തോളം ബെനിഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇതാണ് പേപ്പർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് BCom BBA 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് പാർട്ട് A. നമ്പർ 1 ഞാൻ എന്തായാലും പ്രതീക്ഷിച്ച ചോദ്യം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ ഇതന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ തിയറിയിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്തത് മറ്റൊരു ചോദ്യം കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ് ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ ഡിഫൈൻ എ സെറ്റ്. ദെൻ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് എ കാർഡ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ് ഈസ് എ കാർഡ് ഓഫ് കിങ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബബിലിറ്റിയിൽ ഏതെങ്കിലും 1-2 പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ 2 പ്രോബ്ലം ആണ് വന്നിട്ടുള്ള ടോട്ടല് പാർട്ട് എയില്. ദെൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 പ്രോബബിലിറ്റിയിലെ കണ്ടീഷണലോ അഡീഷനോ ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്താണ്. ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി 1-2 ഈസി. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു 1-2. ദെൻ പ്രോബബിലിറ്റിയുടെ മറ്റൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്പർ 9. ദെൻ റൈറ്റ് ഡൗൺ ഇനി 3 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് റാങ്ക് കോറിലേഷൻ ഞാൻ എന്തായാലും പഠിക്കാൻ പറഞ്ഞ മറ്റൊരു ചോദ്യം. ലീനിയർ പ്രോഗ്രാമിംഗ് റിപ്പീറ്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നോക്കാൻ പറഞ്ഞാണ് വന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ 2 പ്രോപ്പർട്ടി അതും നോക്കാൻ പറഞ്ഞാണ് വന്നു. പെർഫെക്റ്റ് കോറിലേഷന്റെ തിയറി പ്രതീക്ഷിച്ചത് തന്നെ. വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ് പാർട്ട് A വളരെ ഈസി. ഇനി പാർട്ട് ബിയിലോട്ട് പോകുമ്പോഴും അവിടെയും ഈസിയാണ്. ദെൻ അസംഷൻസ് ഓഫ് കാൾ പിയേഴ്സൺ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞാണ് തിയറി. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് QT നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിച്ച ചോദ്യം. ദെൻ ഒരു പ്രോബ്ലം ആണ് പിന്നെ വന്നിട്ടുള്ളത്. ഫോളോയിങ് ബൈ മീൻസ് ഓഫ് വെൻ ഡയഗ്രാം ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ദെൻ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച മറ്റൊരു തിയറി ചോദ്യം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവിൽ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ മറ്റൊരു പ്രോബ്ലം നമുക്ക് പ്രോബബിലിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വന്നിട്ടുണ്ട്. ഈസിയാണ് പ്രോബ്ലം. ദെൻ അതിനുശേഷം തിയറി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കണ്ടീഷൻസ് അണ്ടർ വിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് നമ്മൾ തിയറി നോക്കാൻ പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ഡിസിഷൻസ് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്. ദെൻ പ്രോബ്ലം വളരെ ഈസി ആയിട്ടുള്ള കോറിലേഷൻ്റെ ഒരു പ്രോബ്ലം എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. നമ്മൾ നേരെ ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 3 പ്രോബ്ലവും 5 തിയറിയാണ് വന്നിട്ടുള്ള തിയറിയാണ് കൂടുതൽ വന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് B. പാർട്ട് ബിയിലും നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എസ്സേയിലേക്ക് പോകുമ്പോൾ സാധാരണ ഡിസ്ട്രിബ്യൂഷനിലത്തെ എസ്സേ ഫിറ്റിങ് കുറച്ച് നാളുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഫിറ്റിങ്ങിൽ നിന്നൊരു പ്രോബ്ലം എസ്സേ വന്നിട്ടുണ്ട്. ബട്ട് അപ്പുറത്ത് അതിനേക്കാൾ എളുപ്പമുള്ള പ്രോബ്ലംസ് ഉണ്ട്. LPP ഗ്രാഫിക്കൽ മെത്തേഡ് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം മിനിമൈസ് ചെയ്യാൻ. ബട്ട് കുട്ടികളൊക്കെ 26ഉം 27 ഏറ്റവും കൂടുതൽ കുട്ടികൾ ചെയ്തിട്ടുള്ളത്. കാരണം കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ ഒരു പ്രോബ്ലം വളരെ ഈസി ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്. 10 മാർക്ക് മുഴുവൻ അടിക്കാം. പിന്നെ തിയറിയാണ്. പിന്നെ അതും നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചതാണ്. ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസസ് ഓഫ് QT ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ബുക്കിലത്തെ ഡയറക്റ്റ് ചോദ്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പാർട്ട് എയിൽ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ 3 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ പാസ്സാവുന്നു. അതുപോലെ തന്നെയല്ലേ അതിൽ നിന്നാണ് മെജോറിറ്റി ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ടുള്ളൊരു പേപ്പറാണ് QT ഫിനിഷ് ചെയ്തത്. സോ 5 പേപ്പേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് നിങ്ങൾക്ക് 4th കഴിഞ്ഞ കുട്ടികൾക്ക് 5th സെമസ്റ്ററിലെ 5 പേപ്പേഴ്സിൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രോബ്ലം പേപ്പേഴ്സ് 3 അവൈലബിൾ ആണ്. BCom BBAയുടെ
അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ്, ദെൻ ടാക്സ് പേപ്പർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, മൂന്നിനും നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. നമ്മൾ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റെക്കോർഡഡും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുകൾ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.